നമസ്കാരം. ന്യൂസ് സ്റ്റേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരുപാട് വാർത്തകളുള്ള ഒരു വാർത്താ ദിനമായിരുന്നു ഇന്ന്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയെ തെളിവെടുപ്പിനായി പോലീസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. തെളിവെടുപ്പിനായി കൊണ്ടുവന്ന ശേഷം ഈ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തി. കൊല നടന്ന സ്ഥലത്ത് എത്തിച്ചാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. ആ സമയത്ത് പ്രതിക്കെതിരെ നാട്ടുകാരിൽ ചിലർ കയ്യേറ്റത്തിന് മുതിരുകയും അതുപോലെ അസഭ്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് ചെറിയൊരു സംഘർഷാവസ്ഥ ആ പ്രദേശത്തുണ്ടായിരുന്നു. എങ്കിലും പോലീസ് വളരെ വിജയകരമായി ആ തെളിവെടുപ്പ് പൂർത്തിയാക്കി. കൊല്ലാൻ ഉപയോഗിച്ചൊരു വാളും അതുപോലെ 3 ഇരുമ്പ് ദണ്ടുകളും ഒരു ഇരുമ്പ് പൈപ്പുമാണ് പോലീസ് കണ്ടെടുത്തത്. ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ തെളിവെടുപ്പും അതുപോലെ കൂടുതൽ അറസ്റ്റും വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പോലീസ് കസ്റ്റഡിയിൽ കോടതി പ്രതിയെ വിട്ടുകൊടുത്തത്. എന്തായാലും ഇന്ന് ഒരു റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ പോലീസ് അന്വേഷണ സംഘം സമർപ്പിച്ചിരുന്നു. ആ റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ കൂടി അറിയുന്നത് ഈ കേസിൻ്റെ അന്വേഷണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാൻ നമ്മളെ സഹായിക്കും. എന്താണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞത് എന്നാണ് ഇനി പരിശോധിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യം, അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൊല്ലണം എന്ന ഉദ്ദേശത്തോടുള്ള കൃത്യമാണ്. അതായത് IPC 302 വകുപ്പ് പ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. റിമാൻഡ് റിപ്പോർട്ടിലും അത് തന്നെയാണ് പറയുന്നത്. ഒരാളെ കൊല്ലണം എന്ന് നിശ്ചയിച്ചുറപ്പിച്ച് നടത്തിയ കുറ്റകൃത്യമാണ് ഇതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊന്ന്, ഇന്ന് 4 ഇരുമ്പ് ദണ്ടുകളും ഒരു വടിവാളും കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് പോലീസിൽ നൽകിയ ഒരു വിവരം. മറ്റൊന്ന്, 1-ലധികം വാളുകളും ഇരുമ്പ് വടിയും ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. അതിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വാള് ആണ് ഒരു പൊട്ടക്കിണറ്റിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത്. ഇരുമ്പ് ദണ്ടുകളും അവിടെ നിന്നാണ് കണ്ടെടുത്തിട്ടുള്ളത്. ആ സംഭവ സ്ഥലത്ത് നിന്ന് ഒരു വാളിൻ്റെ പിടി പോലീസ് നേരത്തെ കണ്ടെടുത്തിരുന്നു. ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ആ വടിവാളിന് പിടിയില്ലാത്തതുമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലയുടെ കാരണമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു. പ്രതികൾ CPM പ്രവർത്തകരാണ് എന്നും പറയുന്നു. കൊല്ലപ്പെട്ടയാൾ കോൺഗ്രസ് പ്രവർത്തകനുമാണ്. അതുകൊണ്ട് ഇത് രാഷ്ട്രീയ വൈരാഗ്യമാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഇനിയും പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായ പീതാംബരൻ കുറ്റം ഏറ്റുപറഞ്ഞിട്ടുണ്ട്. തന്നോടൊപ്പം ഉള്ള ആളുകളെ പറ്റിയുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഇനിയും പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനുണ്ട് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. മറ്റൊന്ന്, 1-ാം പ്രതി ഇരുമ്പ് പൈപ്പ് കൊണ്ടടിച്ചു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. 1-ാം പ്രതിയായ പീതാംബരൻ കൊല്ലപ്പെട്ട 2 യുവാക്കളെയും ഇരുമ്പ് പൈപ്പ് കൊണ്ടടിച്ചു. മറ്റ് പ്രതികൾ വടിവാളുകൊണ്ട് ഈ യുവാക്കളെ വെട്ടുകയായിരുന്നു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത്രയും വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. എന്തായാലും അന്നത്തെ ആ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തമായൊരു ചിത്രം നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ കുറ്റകൃത്യം ഈ കൊലയാളികൾ നടത്തിയത്? ഇപ്പോൾ നിലവിൽ പിടിയിലായ പീതാംബരൻ പറയുന്ന മൊഴി, അദ്ദേഹം കൊടുത്തിട്ടുള്ള മൊഴി പൂർണ്ണമായും പോലീസ് അന്വേഷണ സംഘം വിശ്വസിച്ചിട്ടില്ല. കാരണം പീതാംബരൻ പറയുന്നത് ഈ കൃത്യം ചെയ്യാനുള്ള പ്രേരണ താൻ തന്നെയാണ്. തനിക്ക് മുൻപേറ്റൊരു മർദ്ദനത്തെ തുടർന്നുള്ള അപമാനഭാരം മൂലം ഈ കൊല നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. അതിന് തൻ്റെ സുഹൃത്തുക്കൾ തന്നെ സഹായിച്ചു എന്നാണ് പറയുന്നത്. പീതാംബരൻ മൊഴി നൽകിയത് പ്രകാരമുള്ള സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അവർ നൽകിയിട്ടുള്ള മൊഴിയിൽ പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല, മൊഴി പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നാം ഇനി പരിശോധിക്കുന്നത് ഈ കൊല എങ്ങനെ നടന്നു എന്നുള്ള കാര്യമാണ്. ആ കൊല നമുക്ക് ഒരു ഗ്രാഫിക്കൽ റിക്രിയേഷനാണ് ഇനി ഉദ്ദേശിക്കുന്നത്. ഈ പെരിയയിലെ ഒരു ക്ഷേത്രത്തിൽ, ഒരു ഭഗവതി ക്ഷേത്രത്തിൽ 27 വർഷമായി മുടങ്ങിക്കിടന്ന ഒരു ഉത്സവമുണ്ടായിരുന്നു. ആ ഉത്സവത്തിൻ്റെ അടുത്ത വർഷം അത് പുനരാരംഭിക്കുകയാണ്. പെരുങ്കളിയാട്ടം എന്ന് പറയുന്ന ഉത്തര കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലുള്ള ഒരു ഉത്സവത്തിൻ്റെ സംഘാടനത്തിന് വേണ്ടിയുള്ള ഒരു ഉത്സവാഘോഷ കമ്മിറ്റി രൂപീകരണമുണ്ടായിരുന്നു അന്നവിടെ. ആ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം ഈ കൊല്ലപ്പെട്ട ശരത്തും അതുപോലെ കൃപേഷും ഒരു ബൈക്കിൽ രാത്രി മടങ്ങി വരികയാണ്. ആ രാത്രി അവർ മടങ്ങി വരുമ്പോൾ അതൊരു വിജനമായ പ്രദേശമാണ്. പാറക്കെട്ടുകളും അതുപോലെ ഉയർന്ന പുല്ലുകളും നിറഞ്ഞ ഒരു വിജന പ്രദേശത്തിലൂടെയാണ് അവർ മടങ്ങി വരുന്നത്. ആ മടങ്ങി വരുന്ന വഴി എതിർഭാഗത്ത് നിന്ന് ഒരു ജീപ്പ് പ്രത്യക്ഷപ്പെടുകയാണ്. ആ ജീപ്പ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ആ ജീപ്പ് ഈ യുവാക്കളെ ബൈക്കിൽ ഇടിച്ച് വീഴ്ത്തുകയാണ് ഉണ്ടായത്. ബൈക്കിടിച്ച് യുവാക്കൾ വീണ ഉടൻ തന്നെ ഈ ജീപ്പിലുണ്ടായിരുന്ന ആളെ കൂടാതെ ഈ പുല്ലുകൾക്കിടയിൽ അക്രമി സംഘം മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഈ ജീപ്പ് ഓടിച്ച ആളെ കൂടാതെ മറ്റുള്ള അക്രമികൾ ഈ പുല്ലുകൾക്കിടയിൽ മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവർ വരികയും ഈ ബൈക്ക് മറിഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിച്ച അവരെ പൈപ്പിന് അടിച്ചു വീഴ്ത്തി, അതുപോലെ ഒരാളെ, ശരത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ആദ്യം വന്നത്. അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം ശരത്താണ്. പക്ഷേ ശരത്തിൻ്റെ കാലുകൾക്ക് വെട്ടുകയാണ് പിന്നീട് അവർ ചെയ്തത്. കാലുകൾ വെട്ടുക എന്ന് പറഞ്ഞാൽ കുതികാൽ വെട്ടുക എന്ന ആ പ്രയോഗം തന്നെ. കാലിന് വെട്ടി ശരത്തിനെ വീഴ്ത്തിയതിന് ശേഷം
അടുത്ത വെട്ട് കൃപേഷിനായിരുന്നു. കൃപേഷിന് ഒറ്റ വെട്ട് മാത്രമേ ഉള്ളൂ എന്നാണ് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വ്യക്തമാകുന്നത്. തലക്കേറ്റ ഒറ്റ വെട്ട്, ആ വെട്ടിൽ തന്നെ കൃപേഷ് മരണകാരണമായ മുറിവേൽക്കുകയാണ് ഉണ്ടായത്. അതേസമയം ശരത്തിൻ്റെ കുതികാലിൽ വെട്ടിയതിന് ശേഷം കാലിൽ 5 വെട്ടുണ്ടായിരുന്നു ശരത്തിൻ്റേത്. ശരത്ത് ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് ഒരു 25 മീറ്റർ മാറി ഒരു പുൽക്കൂട്ടത്തിനടിയിലാണ് ശരത്തിൻ്റെ ഡെഡ് ബോഡി ശവശരീരം കാണപ്പെട്ടത്. അപ്പോൾ ശരത്തിനെ കാലിൽ വെട്ടി വീഴ്ത്തിയതിന് ശേഷം പിന്നീട് അക്രമികൾ ശരത്തിനെ ആക്രമിക്കുകയായിരുന്നു. ശരത്തിൻ്റെ 2 വെട്ടുകളാണ്, മാരകമായ 2 വെട്ടുകളാണ് തലയ്ക്കും കഴുത്തിനും ഉണ്ടായിരുന്നത്. ആ 2 വെട്ടുകളിൽ തന്നെ ശരത്ത് മരിക്കുകയും ചെയ്തു. ഇതാണ് ഉണ്ടായത്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, അക്രമികൾ ജീപ്പിലാണ് എത്തിയത് എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. പക്ഷേ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് മറ്റൊരു വാഹനമാണ്. അതായത് ഒരു ഇന്നോവ പോലെയുള്ള ഒരു SUV ആണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പക്ഷേ ജീപ്പിലാണ് ഇവരെത്തിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ്, ആ വിവരമാണ് ഈ കേസിനെ സംബന്ധിച്ച്. മറ്റൊന്ന്, ഈ യുവാക്കളെ ആക്രമിച്ച രീതി പരിശോധിക്കുമ്പോൾ ഇത്രയും കൃത്യമായി, അതായത് ഒരൊറ്റ വെട്ടിൽ കൃപേഷിനെ കൊല്ലാൻ സാധിക്കുമെങ്കിൽ ഈ ആയുധം, വടിവാളെന്ന ആയുധം വളരെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള പരിശീലനം ലഭിച്ച കുറ്റവാളികളൊക്കെ ഒറ്റ വെട്ടിൽ ഒരാളെ കൊല്ലാൻ കഴിയുകയുള്ളൂ. മറ്റൊന്ന് ഈ പറയുന്ന രീതിയിലുള്ള ആക്രമണ രീതി, ശരത്തിനെ ലക്ഷ്യം വെച്ച് വരിക, ശരത്തിനെ ആദ്യം തന്നെ കാലിന് വെട്ടി വീഴ്ത്തുക, ഇത് വളരെ ഉത്തര കേരളത്തിൽ നടന്നു വരുന്ന ഈ കൊലപാതകങ്ങളിൽ, കൊട്ടേഷൻ കൊലപാതകങ്ങളിൽ കൃത്യമായ ഒരു മോഡസ് ഓപ്പറാണ്ടിയാണ്. അതായത് ഒന്നിലധികം ആളുകളുള്ള ഒരു സിറ്റുവേഷനിൽ ആരെയാണോ അവർ ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്ന ആളുടെ കാലിന് ആദ്യം വെട്ടി വീഴ്ത്തുക, അയാൾ രക്ഷപ്പെടാതിരിക്കാനാണ്. മറ്റുള്ളവരിലേക്ക് തിരിയുമ്പോൾ ആരെ ഉദ്ദേശിച്ചു വന്നു അയാൾ ഓടി രക്ഷപ്പെടാതിരിക്കാനാണ് കാലിൽ വെട്ടുന്നത്. അപ്പോൾ ഈ മോഡസ് ഓപ്പറാണ്ടി പരിശോധിക്കുമ്പോൾ ഇതിനു മുമ്പ് ഷുഹൈബ് വധക്കേസിലും മറ്റും പ്രയോഗിച്ച അതേ രീതി തന്നെയാണ് ഇതിലും ഉണ്ടായിട്ടുള്ളത് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇത് ആ പ്രദേശത്തുകാരില്ലാത്ത മറ്റേതോ പ്രദേശത്തു നിന്നുള്ളവർ വന്നാണ് ഈ കൃത്യം നടത്തിയിട്ടുള്ളതെന്ന് പോലീസ് സംശയിക്കുന്നു. കാരണം ഈ പറയുന്ന പ്രദേശം പുറത്തു നിന്നുള്ളവർ അധികം വരാത്തൊരു പ്രദേശമാണ്. പക്ഷേ ഈ കൊലപാതകം നടത്താൻ തിരഞ്ഞെടുത്ത തീയതി ഈ പറയുന്ന ഉത്സവത്തിന് വേണ്ടി സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരണം നടക്കുന്ന ദിവസവും ആ സമയവുമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അവിടേക്ക് ആളുകൾ എത്തിയിരുന്നു. ഏതാണ്ട് 1000-ലധികം ആളുകൾ അവിടെ ആ സംഘാടക സമിതി യോഗത്തിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ തന്നെ ആരും ശ്രദ്ധിക്കാത്തൊരവസ്ഥയും ഉണ്ടായി. അപ്പോൾ ഈ കേസിൻ്റെ ഇപ്പോഴത്തെ അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ സുനിൽ ഐസക് ഉണ്ട്, ഞങ്ങളുടെ പ്രതിനിധി. സുനിൽ, ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുള്ള നിഗമനം എന്താണ്? ഈ പീതാംബരൻ നൽകിയിട്ടുള്ള വിവരപ്രകാരം പോലീസ് നേരത്തെ കസ്റ്റഡിയിലെത്തുന്ന 6 പേർ, ആ 6 പേരിലേക്ക് അന്വേഷണം നീളുന്നു, അതോ സമാന്തരമായി മറ്റ് അന്വേഷണം നടക്കുന്നുണ്ടോ? എന്താണ് പോലീസ് സംഘം നൽകുന്ന വിവരം? അജിംസ്, അല്പസമയം മുമ്പ് നമ്മൾ പുറത്തുവിട്ട റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ, പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ ഇതിനുള്ള കൃത്യമായ ഉത്തരവുണ്ട്. അതായത് ഈ സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരൻ മാത്രമാണ് പീതാംബരൻ. ഇപ്പോൾ നിലവിൽ പീതാംബരൻ മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേസിലെ 1-ാം പ്രതിയായി പീതാംബരനെയാണ് ഇപ്പോൾ പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഒന്നിലധികം പേരുണ്ട് ഈ കൃത്യത്തിന് പിന്നിലെന്ന് തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പോലീസ് പറയുന്നുണ്ട്. അതായത് ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ കുറച്ച് വിശദാംശങ്ങൾ നമുക്ക് ആദ്യം പറയാം. അത് തന്നെ വളരെ വ്യക്തമാണ്. അതായത് ഈ കൊലപാതകത്തിന് കാരണം രാഷ്ട്രീയ വിരോധമാണെന്നും സംഭവത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. അതായത് വധിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. 1-ാം പ്രതി പീതാംബരൻ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ചും കൂട്ടുപ്രതികൾ വടിവാൾ ഉപയോഗിച്ചുമാണ് കൊല നടത്തിയത്. കൊലപാതകത്തിന്റെ സൂത്രധാരൻ മാത്രമാണ് പീതാംബരൻ. ഇക്കാര്യങ്ങൾ ചോദ്യം ചെയ്യൽ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന് ഉപയോഗിച്ച 4 GI പൈപ്പും പിടിയില്ലാത്ത ഒരു വടിവാളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും കൂടുതൽ തെളിവുകളും ആയുധങ്ങളും കണ്ടെത്തേണ്ടതുണ്ടെന്നും ഹോസ്റ്റർക്ക് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി എൻ പ്രദീപ് കുമാർ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതായത് ഈ ഇരട്ട കൊലപാതക കേസിന്റെ ആസൂത്രകൻ മാത്രമാണ് ഈ പീതാംബരൻ എന്ന് പറയുന്നയാൾ. ഈ പീതാംബരൻ ഇവരെ ആക്രമിച്ചത് ഒരു GI പൈപ്പ് ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. വടിവാൾ ഉപയോഗിച്ച് ആക്രമിച്ചത് മറ്റൊരു സംഘമാണ്. അത് കണ്ണൂർ രജിസ്ട്രേഷനിലുള്ള ഒരു ജീപ്പിലെത്തിയ സംഘമാണ് ഈ കൊല നടത്തിയതെന്നാണ് പോലീസിന്റെ ഏതാണ്ടൊരു നിഗമനം. പക്ഷെ അതിന്റെ ഒരു കൃത്യമായ വിശദാംശങ്ങൾ പീതാംബരനിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അത്തരമൊരു വൈഡായ ഒരു രീതിയിലേക്ക് അന്വേഷണം ഇതുവരെ പോകുന്നില്ല. കാരണം ഇപ്പൊ നിലവിൽ 6 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. 6 പേര് കസ്റ്റഡി ആയതുകൊണ്ട് മാത്രം നമുക്ക് അവരുടെ പേര് വിവരങ്ങൾ പുറത്തു പറയുന്നില്ല. അത് പീതാംബരനെ ഫോണിൽ വിളിച്ച ആളുകൾ, അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ സംശയാസ്പദമായ രീതിയിൽ പീതാംബരനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കുറച്ച് ആളുകളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അതിൽ 2 പേർക്ക് ഈ സംഭവം അറിയാമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്ക് ഈ കൊലപാതക സംഘത്തിന് വഴി കാട്ടി കൊടുത്തത് ഇവർ 2 പേരാണെന്നാണ്
പോലീസ് ഏകദേശം ഒരു കണ്ടെത്തലിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ആയി ഈ രണ്ടുപേരുടെ കൂടി അറസ്റ്റ് ഒരുപക്ഷെ പോലീസ് രേഖപ്പെടുത്തിയേക്കും. പക്ഷെ അവിടെ കൊണ്ടൊന്നും ഇതിന്റെ അന്വേഷണം അവസാനിക്കുന്നില്ല. അന്വേഷണം പോവേണ്ടത് കൊലയാളി സംഘത്തിലേക്കാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കണ്ണൂർ രജിസ്ട്രേഷനുള്ള ഒരു സാധാരണ ജീപ്പിലെത്തിയ സംഘമാണ് ഈ ഇരുവരെയും ബൈക്കിൽ ഉണ്ടായിരുന്ന ഇരുവരെയും ഇടിച്ചു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയതെന്നാണ്. സുനിൽ ഒരു കാര്യം കൂടി ഈ പറയുന്ന കണ്ടെടുത്ത ആയുധങ്ങൾ, ഈ ആയുധങ്ങളിൽ രക്തക്കറ പുരണ്ടതായി ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ കണ്ടെടുത്ത വടിവാൾ ഒരല്പം പഴകിയതാണെന്നാണ് കാഴ്ചയിൽ തോന്നുന്നത്. ഈ പറയുന്ന കേസിൽ ദൃക്സാക്ഷികളില്ലാത്തതിനാൽ രക്തം, മുടി പോലുള്ള DNA സാമ്പിളുകൾ ഇതിൽ പ്രധാനമാണ്, ശാസ്ത്രീയ തെളിവുകൾ പ്രധാനമാണ്. ഈ കണ്ടെടുത്ത ആയുധങ്ങളിൽ നിന്ന് ചോരപ്പാടുകൾ ലഭിച്ചു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടോ? ഈ ആയുധങ്ങൾ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചത് എന്ന കാര്യത്തിൽ ഒരു ഉറപ്പിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടോ? ഒരിക്കലും ഈ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് ഒരിക്കലും എവിടെയും പറയുന്നില്ല. ഈ കസ്റ്റഡി അപേക്ഷയിൽ ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ കസ്റ്റഡി അപേക്ഷയുടെ റിപ്പോർട്ട് നമ്മളിപ്പോൾ നിലവിൽ അല്പസമയം മുമ്പ് പുറത്തുവിട്ടിരുന്നു. ആ കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് പറയുന്ന വാക്ക് ഇതാണ്: കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്ന് കരുതുന്ന 4 GI പൈപ്പുകളും ഒപ്പം ഒരു വടിവാളും, പിടിയില്ലാത്ത വടിവാളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. രക്തം പുരണ്ട ആയുധങ്ങളാണ് കണ്ടെടുത്തത് എന്നാണ് പോലീസ് പറയുന്നത്. ഇത് കൃത്യമായി കൃത്യത്തിന് ഉപയോഗിച്ചതാണോ, അതുപോലെ തന്നെ പ്രതികളുടെയോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെയോ രക്തം തന്നെയാണോ ഈ വടിവാളിൽ ഉള്ളത് എന്നതൊക്കെ വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനയിലൂടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും പിടിച്ചെടുത്ത ആയുധങ്ങൾ അത് തന്നെയാണെന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ഈ കേസിൽ എടുക്കേണ്ടതുണ്ട്, പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഇതാണ് ഇന്ന് ഈ പെരിയ കൊലപാതകം സംബന്ധിച്ച വാർത്തയുടെ വിശദാംശങ്ങൾ.